Hi, hello everyone. Welcome back to Happy Learning Academy. I'm Shweta. SSC CGL 2026-ന്റെ പ്രിപ്പറേഷന്റെ ഭാഗമായി ഇംഗ്ലീഷ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി 25 ചോദ്യങ്ങൾ 15 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള റിവിഷൻ സ്ട്രാറ്റജിയുമായി ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫിൽ ദ ബ്ലാങ്ക്സ്, എറർ സ്പോട്ടിംഗ്, സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, സിനോണിംസ്, ആന്റണിംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് മുതലായിട്ടുള്ള 6 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. സോ വിതൗട്ട് എനി ഡിലേ ലെറ്റ് സ്റ്റാർട്ട് ദ സെഷൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. ദ മിനിസ്റ്റേഴ്സ് സ്പീച്ച് വാസ് സോ ഡാഷ് ദാറ്റ് ഇറ്റ് ഫെയിൽ ടു മൂവ് ദ ഓഡിയൻസ്. ഓക്കെ, ഒരു ചോദ്യത്തിന് 36 സെക്കൻഡ്സ് മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നോട്ട് മോർ ദാൻ 36 സെക്കൻഡ്സ്. ഓക്കെ, സോ ദ മിനിസ്റ്റർ സ്പീച്ച് വാസ് സോ ഡാഷ് ദാറ്റ് ഇറ്റ് ഫെയിൽ ടു മൂവ് ദ ഓഡിയൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈസ് ഇറ്റ് എലക്വന്റ്, ഇൻസിപ്പിറ്റ്, വെർബോസ് ഓർ കോജന്റ്? ഓക്കെ, അപ്പം ഓഡിയൻസിനെ മൂവ് ചെയ്യുന്നതിനായിട്ട് ഫെയിലായി എന്ന് പറഞ്ഞാൽ ഓഡിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് ലൈക്ക് ഈ മിനിസ്റ്ററുടെ സ്പീച്ചിന് സാധിച്ചില്ല എന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള ഒരു വാക്ക്, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാക്ക് വേണം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട്. സോ ഹിയർ അവർ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് ഇൻസിപ്പിഡ്. അല്ലെ, ഇപ്പൊ ഇൻസിപ്പിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് സിംപ്ലി മീൻസ് ലാക്കിംഗ് ഫ്ലേവർ ഓർ ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പൊ ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത ഒന്നിനെയാണ് നമ്മൾ ഇൻസിപ്പിഡ് എന്ന് പറയുക. സോ ദ മിനിസ്റ്റർ സ്പീച്ച് വാസ് സോ ഇൻസിപ്പിഡ് ദാറ്റ് ഇറ്റ് ഫെയിൽ ടു മൂവ് ദ ഓഡിയൻസ്. ഓക്കെ, ഇനി എലക്വന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൽ സ്പോക്കൺ എന്നുള്ള മീനിങ് ആണ് അല്ലെ എലക്വന്റിന് വരുന്നത്. വളരെ നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന എന്നുള്ള മീനിങ് ആണ് എലക്വന്റിന് വരുന്നത്. വെർബോസ് എന്ന് പറഞ്ഞാലോ വേർഡി. വേർഡി എന്ന് പറഞ്ഞാൽ ഒരുപാട് വാക്കുകൾ, ആവശ്യമില്ലാത്ത അത്രയും വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് വെർബോസ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗ കോജന്റ് മീൻസ് കൺവിൻസിങ്. ഓക്കെ, പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്ന രീതിക്കുള്ള, പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിക്കുള്ള ഒന്നിനെയാണ് കോജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഇൻസിപ്പിഡ് ആണ്. റൈറ്റ്. അടുത്ത ചോദ്യം. ഡെസ്പൈറ്റ് ദ ഡാഷ് എവിഡൻസ് അഗെയിൻസ്റ്റ് ഹിം ദ അക്യൂസ്ഡ് വാസ് അക്വിറ്റഡ് ബൈ ദ കോർട്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരിക? ഇസ് ഇറ്റ് ഫ്ലിംസി or irrefutable or circumstantial or fabricated? ഓക്കെ, അപ്പൊ ഡെസ്പൈറ്റ് ദ ഡാഷ് എവിഡൻസ് എന്നാ പറയുന്നത്. അപ്പൊ എത്തരത്തിലുള്ള എവിഡൻസ് ആയിരിക്കണം? ഒബ്വിയസ്ലി ഇർറിഫ്യൂട്ടബിൾ ആയിരിക്കണം അല്ലെ. അതായത് ഇർറിഫ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നിരാകരിക്കാൻ സാധിക്കാത്ത, അല്ലെ, ഇംപോസിബിൾ ടു ഡിനൈ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ എവിഡൻസ് എങ്ങനെയുള്ളതായിരുന്നു? സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ആയിരുന്നു അഗെയിൻസ്റ്റ് ഹിം. ഓക്കെ, അങ്ങനെ ആയിരുന്നിട്ട് കൂടി ദ അക്യൂസ്ഡ് വാസ് അക്വിറ്റഡ് ബൈ ദ കോർട്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ഡെസ്പൈറ്റ് എന്നുള്ളത് ഒരു കോൺട്രാസ്റ്റ് വേർഡ് ആണ് അല്ലെ. അപ്പം അത് കാണിക്കുന്നത് എന്തിനെയാണ്? സംതിങ് സ്ട്രോങ് ഇസ് എക്സ്പെക്റ്റഡ് അല്ലെ. അപ്പം ഇറഫ്യൂട്ടബിൾ ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും പ്രതി എന്ത് ചെയ്യണം? കൺവിക്ട് ചെയ്യപ്പെടണം അല്ലെ. പക്ഷെ മറിച്ചാണ് സംഭവിക്കുന്നത് അല്ലെ. കോർട്ട് ആളെ എക്വിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, വെറുതെ വിടുകയാണ് ചെയ്യുന്നത്. Okay, so despite the irrefutable evidence or strong evidence against him, the accused was acquitted by the court എന്നുള്ളതാണ് ശരിയായിട്ട് വരുന്ന സെന്റൻസ്. അടുത്ത ചോദ്യം നോക്കാം. The scientist dash approach to research left no stone unturned എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്കറിയാം left no stone unturned എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള അല്ലെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ദ സയന്റിസ്റ്റ് ഡാഷ് അപ്രോച്ച് എത്തരത്തിലുള്ള അപ്രോച്ച് ആണ്? ഹബ്ഹസാർഡ് ആണോ, അതോ കേഴ്സറി ആണോ, അതോ മെറ്റിക്കുലസ് ആണോ, അതോ കപ്രീഷ്യസ് ആണോ എന്നതാണ് ചോദ്യം. സോ മെറ്റിക്കുലസ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. മെറ്റിക്കുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈവൻ ഗിവിങ് ഗ്രേറ്റ് കെയർ ആൻഡ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ അല്ലെ. വളരെ ശ്രദ്ധയോടുകൂടി ഈവൻ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നതിനെയാണ് മെറ്റിക്കുലസ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദ സയന്റിസ്റ്റ് മെറ്റിക്കുലസ് അപ്രോച്ച് ടു റിസർച്ച് ലെഫ്റ്റ് നോ സ്റ്റോൺ അൺടേൺഡ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സെന്റൻസ്. ഓക്കെ, ഇനി ഹബ്ഹസാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റാൻഡം ആയിട്ടുള്ള, മെസ്സി ആയിട്ടുള്ള, കൃത്യമല്ലാത്ത ഒന്നിനെ നമ്മൾ ഹബ്ഹസാർഡ് എന്ന് പറയും. ഇനി കേഴ്സറി എന്ന് പറഞ്ഞാലോ വളരെ പെട്ടെന്ന് ചെയ്യുന്ന, ഹേസ്റ്റി ആയിട്ടുള്ള ഒന്നിനെ നമ്മൾ കേഴ്സറി എന്ന് പറയും. കപ്രീഷ്യസ് എന്ന് പറഞ്ഞാൽ ഇമ്പൾസീവ്. ഓക്കെ, മറ്റൊരു കാര്യം അതിന്റെ കോൺസിക്വൻസസ് ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടി ചെയ്യുന്നതിനെയാണ് കപ്രീഷ്യസ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യം നോക്കാം. He was known for his dash wit, which could reduce anyone
ടു ലാഫ് എന്നുള്ളതാണ് പറയുന്നത്. സോ ആള് വളരെ ഫേമസ് ആണ്. എന്തിന്റെ കേസിൽ? ഹി വാസ് വെരി വിറ്റി എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരെയും ചിരിപ്പിക്കുന്ന രീതിക്കുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഹി വാസ് നോൺ ഫോർ ഹിസ് കോസ്റ്റിക് വിറ്റ് എന്ന് വരുമോ, അതോ സ്കിന്റിലേറ്റിംഗ് വിറ്റ് എന്ന് വരുമോ, അതോ മോഡേൺ വിറ്റ് എന്ന് വരുമോ, അതോ അസേർബിക് വിറ്റ് എന്ന് വരുമോ എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇവിടെ സ്കിന്റിലേറ്റിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ബ്രില്യൻ്റ്ലി ക്ലെവർ അല്ലെങ്കിൽ അമ്യൂസിങ് എന്നുള്ള മീനിങ് ആണ് സ്കിന്റിലേറ്റിംഗ് എന്നുള്ള വാക്കിന് വരുന്നത്. ഓക്കെ, സോ വിറ്റ് produces laughter, obviously it is related to scintillating. Okay, ഇനി കോസ്റ്റിക് ആണെങ്കിലും മോഡേൺ ആണെങ്കിലും അസേർബിക് ആണെങ്കിലും ഒക്കെ വളരെ ഹേർട്ട്ഫുൾ ആയിട്ടുള്ള ബൈറ്റിംഗ് ആയിട്ടുള്ള വിറ്റിനെ കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകൾ, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കൊണോട്ടേഷൻസ് വരുന്ന വാക്കുകളാണ് കോസ്റ്റിക്കും മോഡേണും അസേർബിക്കും ഒക്കെ. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യം. The treaty was a dash achievement that brought decades of conflict to an end എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പം ലൈക്ക് കാലാകാലങ്ങളായിട്ട് അല്ലെ ദശാബ്ദങ്ങളായിട്ട് നിലനിന്നിരുന്ന ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു അച്ചീവ്മെന്റ് ആയിരുന്നു ആ ട്രീറ്റി എന്ന് പറയുന്നത്. സോ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള വാക്കാണ് വേണ്ടത്. സോ ട്രിവ്യൽ വരുമോ, അതോ നെഗ്ലിജിബിൾ ആണോ, അതോ ലാൻഡ്മാർക്ക് ആണോ, അതോ ട്രാൻസിയന്റ് ആണോ എന്നതാണ് ചോദ്യം. സോ ഒബ്വിയസ്ലി വി നോ ഇറ്റ് ഇസ് ലാൻഡ്മാർക്ക് അല്ലെ. ദ ട്രീറ്റി വേഴ്സസ് ലാൻഡ്മാർക്ക് അച്ചീവ്മെന്റ്. ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഈവന്റ് അല്ലെങ്കിൽ അച്ചീവ്മെന്റിനെ കാണിക്കാനായിട്ട് ലാൻഡ്മാർക്ക് അച്ചീവ്മെന്റ് എന്നുള്ള ആ ഒരു യൂസേജ് നമുക്ക് കൊടുക്കാം അല്ലെ. സോ എൻഡഡ് ഡെക്കേഡ്സ് ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റിനെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. സോ ലാൻഡ്മാർക്ക് ആണ് അവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ട്രിവ്യൽ എന്ന് പറഞ്ഞാൽ സിലി എന്നുള്ള മീനിങ് ആണ്. നെഗ്ലിജിബിൾ ആണെങ്കിലും അത് തന്നെയാണ്, അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന, ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന. ട്രാൻസിയന്റ് ആണെങ്കിലും ഷോർട്ട് ലിവിങ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ എറർ സ്പോട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നു. നീദർ ദ മാനേജർ നോർ ദ എംപ്ലോയീസ് വെയർ പ്രസന്റ് അറ്റ് ദ മീറ്റിംഗ് എന്നുള്ളതാണ് തന്നിരിക്കുന്ന സെന്റൻസ്. ഇതിലേത് ഭാഗത്താണ് എറർ എന്നുള്ളതാണ് ചോദ്യം. സോ ഒബ്വിയസ്ലി ഇതിൽ എറർ ഒന്നും തന്നെ ഇല്ല അല്ലെ. നീദർ നോർ എന്നുള്ള യൂസേജ് വന്നിട്ടുണ്ട്. നമുക്കറിയാം ഈദർ ഓർ അല്ലെങ്കിൽ നീദർ നോർ ഒക്കെ വരുന്ന സമയത്ത് ഈദർ ഓർ ആണെങ്കിൽ ഓറിന് ശേഷം വരുന്ന വാക്ക്, നീദർ നോർ ആണെങ്കിൽ നോറിന് ശേഷം വരുന്ന വാക്ക്. ഇവിടെ ദ എംപ്ലോയീസ് അത് പ്ലൂരൽ ആണ് അല്ലെ. സോ ഇവിടെ പ്ലൂരൽ ആയിട്ടുള്ള വേർബ് തന്നെയാണ് വേണ്ടത്. സോ വെയർ എന്നുള്ള യൂസേജ് ശരിയാണ് അല്ലെ. സോ ഇതിൽ തെറ്റൊന്നും തന്നെ ഇല്ല. ഓക്കെ, നീദർ നോർ verb agrees with the noun closest to it. Okay, അപ്പൊ എംപ്ലോയീസ് പ്ലൂരൽ ആണ്. അപ്പൊ വെയർ എന്ന് പറയുന്ന പ്ലൂരൽ ആയിട്ടുള്ള വേർബ് നമ്മൾ അവിടെ കൊടുക്കുന്നു. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യം. The committee have submitted its report to the government last Monday എന്നുള്ളതാണ് തന്നിരിക്കുന്ന സെന്റൻസ്. അപ്പം ഏത് ഭാഗത്താണ് ഇവിടെ എറർ വരുന്നത്? ഒബ്വിയസ്ലി ദ കമ്മിറ്റി ഹാവ് എന്നുള്ള ഭാഗത്താണ് അല്ലെ. എന്താണ് അവിടെ പ്രശ്നം? സി, കമ്മിറ്റി എന്ന് പറയുന്ന അത് ഒരു കളക്റ്റീവ് നൗൺ ആണ്. ഓക്കെ, അപ്പം ഈ കമ്മിറ്റി എന്ന് പറയുന്ന ആ ഒരു കേസ് എടുക്കുന്ന സമയത്ത് കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു എന്ന് പറയുമ്പം കമ്മിറ്റിയിലുള്ള ആളുകൾ എല്ലാവരും ഒരേപോലെയുള്ള തീരുമാനം എടുത്തുകൊണ്ടായിരിക്കണം ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ ആ കമ്മിറ്റി എന്നുള്ളത് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി അതിന്റെ കൂടെ വരേണ്ടത് സിംഗുലർ ആയിട്ടുള്ള വേർബ് ആണ്. അപ്പൊ ഇവിടെ ഹാവിന് പകരം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹാസ് ആണ്. ഓക്കെ, സോ എങ്ങനെ വരണം സെന്റൻസ്? ദ കമ്മിറ്റി ഹാസ് സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ടു ദ ഗവൺമെന്റ് ലാസ്റ്റ് മൺഡേ എന്ന് വരണം. ഓക്കെ, റൈറ്റ്. ഇനി അടുത്തത് നോക്കാം. She is one of those students who works very hard to excel in exams എന്നുള്ളതാണ് തന്നിരിക്കുന്ന സെന്റൻസ്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് ലൈക്ക് ഏത് ഭാഗത്താണ് എറർ വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. വർക്ക്സ് വെരി ഹാർഡ് എന്നുള്ള ഭാഗത്താണ് എറർ വരുന്നത് അല്ലെ. കാരണം എന്താണ്? സി, ഷീ ഈസ് വൺ ഓഫ് ദോസ് സ്റ്റുഡൻസ്. അപ്പൊ വൺ ഓഫ് കഴിഞ്ഞ്, ഓക്കെ, വൺ ഓഫ് കഴിഞ്ഞ് നമ്മൾ ഒരു സെന്റൻസിൽ ഒരു റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഇൻ ദിസ് കേസ് ഹൂ എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് പ്രൊനൗൺ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ട വേർബ് എന്ന് പറയുന്നത് പ്ലൂരൽ ആണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ അവിടെ മനസ്സിലാക്കുക. ഓക്കെ, പ്ലൂരൽ ആയിട്ടുള്ള വേർബാണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുക? വൺ ഓഫിന് ശേഷം ഒരു റിലേറ്റീവ് പ്രൊനൗൺ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ട വേർബ് പ്ലൂരൽ ആണ്. ഇനി വൺ ഓഫിന് ശേഷം റിലേറ്റീവ് പ്രൊനൗൺ ഇല്ലെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ ആയിട്ടുള്ള വേർബും ആണ്. ഓർക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത്
The police was informed about the robbery immediately എന്നുള്ളതാണ് തന്നിരിക്കുന്ന സെന്റൻസ്. ഇതിൽ എവിടെയാണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്? ദ പോലീസ് വാസ് ഇൻഫോംഡ് അല്ലെ, ദ പോലീസ് വാസ് എന്നുള്ള ഭാഗത്താണ് എറർ വന്നിരിക്കുന്നത്. കാരണം എന്താണ്? പോലീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് പ്ലൂരൽ ഇൻ ഇംഗ്ലീഷ് അല്ലെ. പോലീസ് എന്ന് പറയുന്നത് കാറ്റിൽ, ക്ലർജി, ജെൻട്രി, ഫോക്ക് ഇത്തരത്തിലുള്ള വാക്കുകൾ പോലെ ഒരു പ്ലൂരൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന വാക്കാണ്. ഓക്കെ, ഇനി സിംഗുലർ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ പോലീസ് മാൻ എന്നോ പോലീസ് ഓഫീസർ എന്നോ വരണം. ഓക്കെ, അപ്പോൾ പോലീസ് എന്ന് പറയുന്നത് പ്ലൂരൽ ആണ്. അപ്പൊ അതിന്റെ കൂടെ വേണ്ടത് പ്ലൂരൽ ആയിട്ടുള്ള വേർബിന്റെ ഫോം ആണ്. അപ്പൊ ഇവിടെ വാസിന് പകരം എന്ത് വരണം? വെയർ വരണം. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യം, ഹി ടോൾഡ് മീ ദാറ്റ് ഹി ഹാഡ് ബീൻ വർക്കിംഗ് സിൻസ് 4 hours. ഇതാണ് തന്നിരിക്കുന്ന സെന്റൻസ്. ഇതിൽ ഏത് ഭാഗത്താണ് എറർ? സി, ഹി ഹാഡ് ബീൻ വർക്കിംഗ് സിൻസ് 4 hours എന്നുള്ള ഭാഗത്താണ് എറർ വരുന്നത് അല്ലേ. സോ അവിടെ നമുക്കറിയാം 4 hours എന്ന് പറയുന്നത് എന്താണ്? ഒരു പീരീഡ് ഓഫ് ടൈം ആണ് അല്ലെ. സോ അതിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിൻസ് അല്ല, മറിച്ച് 4 ആണ്. ഓക്കെ, അപ്പൊ അവിടെ ഓർക്കുക, എപ്പോഴും നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? 4ന്റെ കൂടെ എപ്പോഴും നമ്മളൊരു പീരീഡ് ഓഫ് ടൈം ആണ് യൂസ് ചെയ്യുക. ഓക്കെ, സിൻസിന്റെ കൂടെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈം ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ സിൻസ് ആണ്. ഇനി 4 ആണെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈം ആണ്. ഓക്കെ, പീരീഡ് ഓഫ് ടൈം. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യം സെന്റൻസ് ഇംപ്രൂവ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഷീ ഹാസ് ബീൻ ടു പാരീസ് ലാസ്റ്റ് ഇയർ ആൻഡ് എൻജോയ്ഡ് ദി ഈഫിൽ ടവർ എന്നുള്ളതാണ് തന്നിരിക്കുന്ന സെന്റൻസ്. സോ ഇതിൽ ഷീ ഹാസ് ബീൻ ടു പാരീസ് എന്നുള്ള ഭാഗമാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിന് പകരം നമുക്ക് ഇതിൽ ഏതാണ് ചൂസ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഷീ വെന്റ് ടു പാരീസ് എന്ന് വരുമോ, ഷീ ഹാഡ് ബീൻ ടു പാരീസ് എന്ന് വരുമോ, അതോ ഷീ വാസ് ഇൻ പാരീസ് എന്ന് വരുമോ, അതോ നോ ഇംപ്രൂവ്മെന്റ് ആണോ? ഷീ വെന്റ് ടു പാരീസ് എന്നാണ് വരിക. എന്താണ് അതിന്റെ കാരണം? സി, ലാസ്റ്റ് ഇയർ എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു പാസ്റ്റ് ടൈമിനെ കാണിക്കുന്ന ഒരു മാർക്കറാണ് അല്ലെ. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. സോ ഗോ എന്നുള്ളതിന്റെ സിമ്പിൾ പാസ്റ്റ് ഫോം വരുന്നത് വെന്റ് ആണ്. സോ ഷീ വെന്റ് ടു പാരീസ് എന്ന് വേണം വരാനായിട്ട്. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യം, ദ ടീച്ചർ അലോങ് വിത്ത് ദ സ്റ്റുഡൻസ് ആർ ഗോയിങ് ഓൺ എ ഫീൽഡ് ട്രിപ്പ് എന്നുള്ളതാണ് സെന്റൻസ്. ഇതിൽ ആർ ഗോയിങ് ഓൺ എ ഫീൽഡ് ട്രിപ്പ് ആണ് നമുക്ക് മാർക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. സോ അത് മാറ്റി എന്താണ് കൊടുക്കണ്ടേ? സി, അലോങ് വിത്ത്, ടുഗെദർ വിത്ത് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ സബ്ജക്ട് ഏതാണോ ആളെയാണ് നോക്കുക. ഇവിടെ ടീച്ചർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പൊ ആറിന് പകരം എന്താ വരണ്ടേ? ഈസ് എന്ന് വരണം. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് അവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈസ് ഗോയിങ് ഓൺ എ ഫീൽഡ് ട്രിപ്പ് എന്ന് വരും. ഇപ്പൊ ഇവിടെ മനസ്സിലാക്കുക, അലോങ് വിത്ത്, ആസ് വെൽ ആസ്, ടുഗെദർ വിത്ത് പോലെയുള്ള യൂസേജസ് ഒക്കെ വരുമ്പോൾ ആദ്യത്തെ സബ്ജക്ട് ഏതാണോ ആൾ എങ്ങനെയുള്ളതാണ് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ അവിടെ വേർബ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ സബ്ജക്ട് ടീച്ചർ ആണ്, ആള് സിംഗുലർ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈസ് കൊടുത്തു. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യം, he is too clever to not understand the hidden meaning എന്നുള്ളതാണ് തന്നിരിക്കുന്ന സെന്റൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് too clever to understand, to not understand എന്നുള്ള ഭാഗമാണ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് ഏതാണ് ആൻസർ ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി അല്ലെ, ടു ക്ലെവർ നോട്ട് ടു അണ്ടർസ്റ്റാൻഡ്, ഇസ്ന്റ് ഇറ്റ്? അപ്പൊ ഇവിടെ നമ്മൾ എന്താ ലൈക്ക് ഏത് റൂളാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്? ടു എന്നുള്ള യൂസേജ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ആഡ്ജക്റ്റീവ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലെ. ടു എന്നുള്ള യൂസേജിന്റെ കൂടെ നമ്മൾ ഒരു ആഡ്ജക്റ്റീവ് യൂസ് ചെയ്യും. അതിന്റെ കൂടെ നമ്മൾ ടു എന്നുള്ള ഒരു യൂസേജ് ടു ഓക്കെ, ഇറ്റ് ഇംപ്ലൈസ് എ നെഗറ്റീവ് ഔട്ട്കം ഓൾറെഡി. ഓക്കെ, ടു പ്ലസ് ആഡ്ജക്റ്റീവ് പ്ലസ് ടു ഇങ്ങനെ ഒരു യൂസേജ് വരുന്ന സമയത്ത് അത് ഓൾറെഡി ഒരു നെഗറ്റീവ് ഔട്ട്കം കാണിക്കുന്നതാണ്. സോ ടു ക്ലെവർ നോട്ട് ടു അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹി ഡെഫിനറ്റ്ലി അണ്ടർസ്റ്റാൻഡ്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നോട്ട് ആഫ്റ്റർ ടു ക്രിയേറ്റ്സ് എ ഡബിൾ നെഗറ്റീവ് എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഹീസ് ടു ക്ലെവർ ടു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ഹിഡൻ മീനിങ് എന്ന് വേണം വരാനായിട്ട്. ഓക്കെ, അടുത്ത ചോദ്യം, ഹാർഡ്ലി ഹാഡ് ഹി റീച്ച് ദ സ്റ്റേഷൻ വെൻ ദ ട്രെയിൻ ലെഫ്റ്റ് എന്നുള്ളതാണ് തന്നിരിക്കുന്ന സെന്റൻസ്. ഇതിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് തന്നിരിക്കുന്ന ഭാഗം വെൻ ദ ട്രെയിൻ ലെഫ്റ്റ് എന്നുള്ളതാണ്. സോ ഏതാണ് നമ്മളിവിടെ റീപ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം ഹാർഡ്ലി അല്ലെങ്കിൽ സ്കാർസ്ലി എന്നുള്ള വാക്കിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ട
പെയർ എന്ന് പറയുന്നത് വെൻ തന്നെയാണ്. സോ ദിസ് ഇസ് കറക്റ്റ് അല്ലെ, നോ ഇംപ്രൂവ്മെന്റ് ആണ് ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഹാർഡ്ലി, വെൻ എന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡ് കോറിലേറ്റീവ് ആണ് അല്ലെ. അതുപോലെ സ്കേഴ്സ്ലി ആണെങ്കിലും അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വെൻ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, നമുക്ക് ഇവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട്, ക്ലോസ് ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ ഇൻ റീസെന്റ് ഇയേഴ്സ് ക്ലൈമറ്റ് ചേഞ്ച് ഹാസ് ബിക്കം വൺ ഓഫ് ദ മോസ്റ്റ് ഡാഷ് ഇഷ്യൂസ് ഓഫ് അവർ ടൈം. ഓക്കെ, എന്താ പറയുക, ട്രിവ്യൽ ആണോ, റിഡൻഡന്റ് ആണോ, പ്രസ്സിംഗ് ആണോ, അതോ ഒബ്സലീറ്റ് ആണോ എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇന്നത്തെ അല്ലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസിൽ ഒന്നായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ പ്രസ്സിംഗ് എന്നുള്ള വാക്കാണ് നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടത് അല്ലെ. സോ പ്രസ്സിംഗ് മീൻസ് റിക്വയറിങ് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ അല്ലെ, ഏറ്റവും പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടെത്തേണ്ട ഒന്ന് എന്നുള്ള മീനിങ് ആണ് പ്രസ്സിംഗ് എന്നുള്ള വാക്കിന് വരുന്നത്. സോ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെ ഒരു ഗ്ലോബൽ ഇഷ്യൂ എന്ന് കാണിക്കുന്ന ആ ഒരു ഏർജൻസി കാണിക്കുന്ന ഒരു വേർഡായിട്ട് നമുക്കിവിടെ പ്രസ്സിംഗ് യൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യം ക്ലോസ് ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് അതിന്റെ ബാക്കി. ക്ലൈമറ്റ് ചേഞ്ച് ഹസ് ബിക്കം എ പ്രസ്സിംഗ് ഇഷ്യൂ, ഗവൺമെന്റ്സ് ആർ ബീയിങ് ഡാഷ് ടു ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ ബട്ട് പ്രോഗ്രസ് റിമെയിൻസ് സ്ലോ എന്നുള്ളതാണ് പറയുന്നത്. സോ തന്നിരിക്കുന്ന സെന്റൻസ് കാണുമ്പോൾ നമുക്കറിയാം, ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് അതിന് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നു യൂസിങ് ബട്ട് അല്ലെ. ഇപ്പൊ ഗവൺമെന്റ്സ് ആർ ബീയിങ് പെർസ്വേഡഡ് എന്ന് വരുവോ, ഫോർബിഡൻ എന്ന് പറയുവോ, ഡിസ്കറേജ്ഡ് എന്ന് വരുവോ, അതോ റെപ്രിമാൻഡഡ് എന്ന് വരുവോ എന്നതാണ് ചോദ്യം. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് അല്ലെ, പെർസ്വേഡഡ് ആണ്. സോ പെർസ്വേഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് സിംപ്ലി മീൻസ് ലൈക്ക് ദേ ആർ ഗവൺമെന്റ്സ് ആർ ഡൂയിങ് ദെയർ ഓൺ പാർട്ട് ടു ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ, പക്ഷെ പ്രോഗ്രസ് വളരെ സ്ലോ ആണ് എന്നുള്ളതാണ് പറയുന്നത് അല്ലെ. റൈറ്റ്, നാ next one, scientists have warned that without dash steps the planet may face irreversible damage in the coming decades. Okay, അപ്പൊ സയന്റിസ്റ്റ് വാൺ ചെയ്ത ഒരു കാര്യം എന്താണ്? വിതൗട്ട് ഡാഷ് സ്റ്റെപ്സ് പ്ലാനറ്റ് മേ ഫേസ് സീരിയസ് കോൺസിക്വൻസസ് എന്നുള്ളതാണ് അല്ലെ. സോ എത്തരത്തിലുള്ള സ്റ്റെപ്സ് ആണ്? ഡിലേഡ് സ്റ്റെപ്സ് ആണോ, ഡിസിസീവ് സ്റ്റെപ്സ് ആണോ, കെയർലെസ് സ്റ്റെപ്സ് ആണോ, അതോ സിംബോളിക് സ്റ്റെപ്സ് ആണോ എന്നുള്ളതാണ് ചോദ്യം. സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരെ ഓപ്ഷൻ ബി ആണ് അല്ലെ, ഡിസിസീവ് ആണ്. ഡിസിസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് ഹാവിങ് എ ക്ലിയർ സ്ട്രോങ് ഇമ്പാക്ട് അല്ലെ, വളരെ ക്ലിയർ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ഡിസിസീവ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ഡിസിസീവ് എന്നുള്ള വാക്കാണ്. ഓക്കെ, റൈറ്റ്. നൗ the next one, renewable energy sources offer a dash solution to reducing carbon emissions and protecting the environment globally എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിന്യൂവബിൾ എനർജി സോഴ്സസ് ഈ ഒരു കാർബൺ എമിഷൻസ് കുറയ്ക്കാനും ഗ്ലോബലി എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനുമായിട്ട് എത്തരത്തിലുള്ള ഒരു സൊല്യൂഷൻ ആണ് ഓഫർ ചെയ്യുന്നത്? ടെമ്പററി സൊല്യൂഷൻ ആണോ, ഹാംഫുൾ സൊല്യൂഷൻ ആണോ, വയബിൾ സൊല്യൂഷൻ ആണോ, പ്രാക്ടിക്കൽ സൊല്യൂഷൻ ആണോ എന്നതാണ് ചോദ്യം. സോ വയബിൾ ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക അല്ലെ. വയബിൾ എന്ന് പറഞ്ഞാൽ വർക്കബിൾ ആയിട്ടുള്ള, പ്രാക്ടിക്കൽ ആയിട്ടുള്ള, ഫീസിബിൾ ആയിട്ടുള്ള എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, റൈറ്റ്. നമ്മൾ സിനോണിം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ചൂസ് ദ വേർഡ് ക്ലോസസ്റ്റ് ടു ദ മീനിങ് അമീലിയറേഷൻ എന്നുള്ളതാണ് ചോദ്യം. സോ അമീലിയറേഷനുമായിട്ട് സിമിലർ ആയിട്ട് വരുന്ന വാക്ക് ഏത് എന്നതാണ് ചോദ്യം. വേഴ്സണിങ് ആണോ, ഇംപ്രൂവ്മെന്റ് ആണോ, ഇഗ്നറൻസ് ആണോ, ഡിസ്ട്രക്ഷൻ ആണോ എന്നതാണ് ചോദ്യം. സോ അമീലിയറേഷൻ ഈസ് റിലേറ്റഡ് ടു ഇംപ്രൂവ്മെന്റ് അല്ലെ. അപ്പം അമീലിയറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് മേക്കിംഗ് സംതിങ് ബാഡ് ഓർ അൺസാറ്റിസ്ഫാക്ടറി ബെറ്റർ അല്ലെ. അപ്പം ഇംപ്രൂവ് ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അമീലിയറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇംപ്രൂവ്മെന്റ് ആണ് സിനണിമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഓർത്തു വെക്കും, അമീലിയ ഇംപ്രൂവ് തിങ്സ് എന്നുള്ള ആ ഒരു സെന്റൻസ് ഓർത്തു വെക്കുക. അമീലിയ ഇംപ്രൂവ് തിങ്സ്. സോ അമീലിയറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഇംപ്രൂവ്മെന്റ് എന്ന് നമുക്ക് ഓർമ്മ വരും. ഓക്കെ, അടുത്ത ചോദ്യം ആന്റണിം റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. പെനൂരിയസ് എന്നുള്ള വാക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്ക് ഏത് എന്നതാണ് ചോദ്യം. മൈസേർലി ആണോ, ഫ്രൂഗൽ ആണോ, ബാങ്ക്രപ്റ്റ് ആണോ, അതോ അഫ്ലുവന്റ് ആണോ എന്നതാണ് ചോദ്യം. അപ്പൊ പെനൂരിയസ് എന്ന് പറഞ്ഞാൽ തന്നെ റിലേറ്റഡ് ടു പോവർട്ടി ആണ്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് അഫ്ലുവന്റ് ആണ് അല്ലെ. അഫ്ലുവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ വെൽതി ആയിട്ടുള്ള അല്ലെ. സോ പെനൂരിയസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി പുവർ, അതിന്റെ ആന്റണിയുമായിട്ട് വരുന്നത് എഫ്ലുവന്റ് ഓർ വെൽതി. ഓക്കെ, സോ ഇത് നമ്മൾ എങ്ങനെ ഓർത്തു വെക്കും? പെനാൽറ്റി ഓഫ് ബീങ് പുവർ എന്നുള്ള രീതിക്ക് ഓർത്തു വെക്കുക അല്ലെ. പെനൂരിയസ്. ഓക്കെ, പുവർ, പെനൂരിയസ്, PP. ഓക്കെ, ഇനി അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് റിച്ച് അല്ലെങ്കിൽ എഫ്ലുവന്റ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. സിനോണിം റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. എക്സാസർബേറ്റ് ആണ് തന്നിരിക്കുന്ന വാക്ക്. അതിന് സിനോണിമസ് ആയിട്ട് വരുന്ന വാക്ക് ഏത്?
സൂത്ത് ആണോ, റിസോൾവ് ആണോ, എഗ്രവേറ്റ് ആണോ, ഡിസ്മിസ് ആണോ എന്നതാണ് ചോദ്യം. എക്സാസർബേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എഗ്രവേറ്റ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ആക്കം കൂട്ടുക, വഷളാക്കുക എന്നൊക്കെയുള്ള മീനിങ്. ഓക്കെ, സോ ടു മേക്ക് എ പ്രോബ്ലം വേഴ്സ് ആണ് എക്സാസർബേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ സിനോണിം ആയിട്ട് വരുന്നത് എഗ്രവേറ്റ് ആണ്. ഓക്കെ, അപ്പം ഇതെങ്ങനെ നമ്മൾ ഓർത്തു വെക്കും? എക്സ് അസർബേറ്റ് എന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ എക്സ്ട്രാ ബിറ്റർ അല്ലെങ്കിൽ എക്സ്ട്രാ വേഴ്സ് അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി എക്സാജറേറ്റ് എന്നുള്ള വാക്കുമായിട്ട് ഇത് കൺഫ്യൂസ് ചെയ്യരുത്. ഓക്കെ, എക്സാജറേറ്റ് എന്ന് പറഞ്ഞാൽ ഊതിപ്പെരിപ്പിക്കുക എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പം എക്സാസർബേറ്റും എക്സാജറേറ്റും രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കുക. അടുത്ത വേർഡ് ഗ്യാരലസ് ആണ്. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്ക് ഏത് എന്നതാണ് ചോദ്യം. ടോക്കറ്റീവ് ആണോ, ലൊക്കേഷ്യസ് ആണോ, വെർബോസ് ആണോ, അതോ ടാസിറ്റേൺ ആണോ എന്നതാണ് ചോദ്യം. ഗ്യാരലസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം വളരെ ടോക്കറ്റീവ് ആയിട്ടുള്ള അല്ലെ, ഒരുപാട് സംസാരിക്കുന്ന എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ടാസിറ്റേൺ ആണ്. ഓക്കെ, ടാസിറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന. ഓക്കെ, സോ ഗ്യാരലസ് മീൻസ് എക്സസീവ്ലി ടോക്കറ്റീവ്. ടാസിറ്റേൺ മീൻസ് സെയിങ് വെരി ലിറ്റിൽ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ഓർത്തു വെക്കും? ഗ്യാരി ഓൾവേസ് ടോക്സ് എന്നുള്ള ആ ഒരു ഫ്രേസ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഇപ്പൊ ഗ്യാരലസ് എന്ന് പറഞ്ഞാൽ ടോക്കറ്റീവ്. ഓക്കെ, ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ടാസിറ്റേൺ. റൈറ്റ്. അടുത്ത ചോദ്യം ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എ പേഴ്സൺ ഹു ക്യാൻ സ്പീക്ക് 2 ലാംഗ്വേജസ് ഫ്ലുവൻ്റ്ലി. ഓക്കെ, വളരെ നന്നായിട്ട് 2 ലാംഗ്വേജസ് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരാളെ നമ്മൾ എന്ത് വിളിക്കും? പോളിഗ്ലോട്ട് ആണോ, ബൈലിംഗ്വൽ ആണോ, ലിംഗ്വിസ്റ്റ് ആണോ, അതോ ഇന്റർപ്രറ്റർ ആണോ എന്നതാണ് ചോദ്യം. 2 ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ തന്നെ ബൈലിംഗ്വൽ ആണ് അവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ബൈ എന്ന് പറഞ്ഞാൽ തന്നെ 2 എന്നുള്ള മീനിങ് ആ വരുന്നത്. ഓക്കെ, ഇനി പോളിഗ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ലാംഗ്വേജസ് ഒരുമിച്ച് സംസാരിക്കാൻ സാധിക്കുന്ന, ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളെ നമ്മൾ പോളിഗ്ലോട്ട് എന്ന് പറയും. ലിംഗ്വിസ്റ്റ് ഇസ് എ പേഴ്സൺ ഹു സ്റ്റഡീസ് ലാംഗ്വേജ്. ഓക്കെ, ഭാഷ പഠിക്കുന്ന ഒരാളെയാണ് നമ്മൾ ലിംഗ്വിസ്റ്റ് എന്ന് പറയുക. ഇന്റർപ്രറ്റർ ഇസ് എ പേഴ്സൺ ഹു ട്രാൻസ്ലേറ്റ് സ്പോക്കൺ ലാംഗ്വേജ്. ഓക്കെ, സ്പോക്കൺ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരാളെ നമ്മൾ ഇന്റർപ്രറ്റർ എന്ന് പറയും. അടുത്ത ചോദ്യം, ദ സ്റ്റഡി ഓഫ് ദ ഒറിജിൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് വേർഡ്സ്. ഓക്കെ, ആ പഠനത്തെ നമ്മൾ എന്താ പറയുക? ഓഫ് ദി ഒറിജിൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് വേർഡ്സ്. സെമാൻറ്റിക്സ് ആണോ, ഫോണറ്റിക്സ് ആണോ, എറ്റിമോളജി ആണോ, അതോ മോർഫോളജി ആണോ എന്നതാണ് ചോദ്യം. ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് എറ്റിമോളജി ആണ് അല്ലെ. എറ്റിമോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ദ ഒറിജിൻ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് വേർഡ്സ്. ഓക്കെ, ഇനി സെമാൻറ്റിക്സ് ആണെങ്കിൽ അത് മീനിങ് റിലേറ്റഡ് ആണ്. ഫോണറ്റിക്സ് ആണെങ്കിൽ സൗണ്ട്സ് റിലേറ്റഡ് ആണ്. മോർഫോളജി ആണെങ്കിൽ വേർഡ്സിന്റെ സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് മോർഫോളജി. മാറിപ്പോരുത് കേട്ടോ. ഒറിജിൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് വേർഡ്സ് ആണെങ്കിൽ അത് എറ്റിമോളജി, സ്ട്രക്ചർ ഓഫ് വേർഡ്സ് ആണെങ്കിൽ അത് മോർഫോളജി. ഓക്കെ, and here comes the last question of this session. A government by the people for the people, and that is it autocracy, plutocracy, oligarchy or democracy? ഏതാ വരിക? Obviously it is democracy അല്ലെ. സോ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ റൂൾ ഓഫ് ദ പീപ്പിൾ, ഐ മീൻ റൂൾ ബൈ ദ പീപ്പിൾ ആണ് അല്ലെ. ഗ്രീക്കില് ഡെമോസ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ ആണ്, ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ റൂൾ ആണ്. ഓക്കെ, ഇനി ഓട്ടോക്രസി എന്ന് പറഞ്ഞാൽ ഏകാധിപതിത്വം അല്ലെ, വൺ റൂളർ ഫുൾ പവർ. ഓക്കെ, ഒലിഗാർക്കി എന്ന് പറഞ്ഞാലോ വളരെ കുറച്ചു പേരിൽ മാത്രം പവർ ഒതുങ്ങി നിൽക്കുന്നതിന് ഒലിഗാർക്കി എന്ന് പറയും. പ്ലൂട്ടോക്രസി എന്ന് പറയുന്നത് റൂൾ ബൈ ദ വെൽതി പീപ്പിൾ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഈ ഒരു സെഷനിൽ 15 മിനിറ്റിൽ 25 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ചോദ്യങ്ങൾ 6 ഡിഫറെൻറ്റ് ടോപ്പിക്സിൽ നിന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ SSC CGL പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് റിവിഷൻ എന്നുള്ള രീതിക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. സോ സെഷൻ കംപ്ലീറ്റ്. 25 ചോദ്യങ്ങൾ 15 മിനിറ്റ്. എത്ര മാർക്സ് ആണ് നിങ്ങൾക്ക് കിട്ടിയത്? തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇത്തരത്തിലുള്ള CGL റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you so much for your patient listening. Happy learning.